ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു മഹാഭാഗ്യം ഈ പറയുന്ന 3 നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും. ഈ വൃശ്ചിക മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള, ഉയർച്ചയിലെത്തുന്ന, ഒരു ഗൃഹം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന, എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന 3 നക്ഷത്ര ജാതകർ. ഈ വൃശ്ചിക മാസത്തിൽ ഇവർക്ക് സൗഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ അവർക്ക് നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യമുള്ള, ജീവിതത്തിൽ ഇനി ഉയർച്ചകൾ മാത്രം വന്നു ചേരുന്ന, എപ്പോഴും ഓർക്കുന്ന ഒരു മാസമായിരിക്കും ഈ വൃശ്ചിക മാസം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. ആ നക്ഷത്ര ജാതകർ മകം നക്ഷത്രം ഇതിൽപ്പെടുന്നു. മകം നക്ഷത്ര ജാതകരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ മകം നക്ഷത്ര ജാതകർ എത്തുകയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. ഇവർ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും. അത്രയധികം ഭാഗ്യവും അത്രയധികം ഉയർച്ചയുമാണ് മകം നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുന്നത്. രണ്ടാമത്തെ നക്ഷത്രം തിരുവോണമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ചുവന്ന പൂക്കൾ, ചുവന്ന പട്ട് ഇവ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് മകം നക്ഷത്ര ജാതകരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമാകും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ മകം നക്ഷത്ര ജാതകർക്ക് ഇനി ഈ ഒരു വൃശ്ചിക മാസത്തിൽ കിട്ടുകയും, എന്നായാലും ഈ വൃശ്ചിക മാസം അവർക്കൊരു ഓർമ്മയായി വൃശ്ചിക മാസം ഉണ്ടാകും തിരുവോണം നക്ഷത്ര ജാതകർക്ക്. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകർക്കും എല്ലാവിധ ഭാഗ്യവുമാണ്. ഈ 3 നക്ഷത്ര ജാതകരും അവരുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. നാളെ ഗണപതി ഹോമമുണ്ട്. ഈ 3 നക്ഷത്ര ജാതകരുടെ പേരിലും പ്രത്യേക ഗണപതി ഹോമമൊക്കെ നടത്തും. ഉറപ്പായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഒരുപാട് സമൃദ്ധിയും ഒരുപാട് സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും. ഒരിക്കലും നിങ്ങൾ മറക്കില്ല ഈ വൃശ്ചിക മാസത്തെ. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം ഉയർച്ചയാണ് വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. കൊതിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. ഉറപ്പായ കാര്യമാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.